നമ്മളെ തകരാൻ, നമ്മുടെ കുടുംബം തകരാൻ, നമുക്ക് ഉയർച്ച കിട്ടാതിരിക്കാൻ, നമ്മുടെ നിഅമത്തുകൾ നശിച്ചു പോവാൻ ആരെല്ലാം നമുക്ക് സിഹർ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ കച്ചവടം തകർന്നടിയാൻ, നമ്മുടെ കുടുംബം ഛിന്ന ഭിന്നമാവാൻ, നമ്മുടെ മക്കൾക്ക് സിഹർ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ഭർത്താവിന്റെ സ്വഭാവം മോശമാവാൻ, ഭാര്യത്തിന് പറ്റിപ്പോവാൻ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാൻ ആരൊക്കെ സിഹർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എല്ലാ തവസ്സുൽ ബൈത്ത് കൊണ്ട് ഞങ്ങളെ നേരിടുകയാണ്. ഞങ്ങളെ തിരിച്ചു ചെയ്യാൻ ഞങ്ങളില്ല, അറിയാഞ്ഞിട്ടല്ല, കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങൾ അതിന് നിൽക്കൂല. അത് ഈമാനുള്ളവർക്ക് യോജിച്ച പണിയല്ല. പടച്ചവനെ, എത്ര പ്രതിസന്ധി വന്നാലും തിരിച്ച് ഞങ്ങൾ ചെയ്യൂല, തിരിച്ച് പണി കൊടുക്കൂല, തിരിച്ച് മാരണപ്പണിയെടുക്കൂല. കാരണം എടുക്കരുത് മക്കളെ എന്ന് മുത്ത് ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. മക്കളെ, നിങ്ങൾ സിഹർ ചെയ്യരുതെന്ന് ഹബീബ് തങ്ങളെ പഠിപ്പിച്ചതാണ്. മാരണപ്പണി എടുക്കരുതെന്ന് ഹബീബ് തങ്ങളെ പഠിപ്പിച്ചതാണ്. ചെയ്തവർ സൂക്ഷിച്ചോ. ഏതെങ്കിലും കുടുംബം തകരാൻ, ഏതെങ്കിലും ഭർത്താക്കന്മാരെ, ഏതെങ്കിലും ഭാര്യമാരെ ആവാഹിച്ചെടുക്കാൻ, കുടുംബങ്ങളെ നമ്മളെ തെറ്റിപ്പിക്കാൻ, കച്ചവടങ്ങളെ തകർത്തടിയാൻ, മക്കളെ തെറ്റിപ്പോവാൻ ആരെങ്കിലും മാരണപ്പണിയെടുത്തവരെ സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ. ആഖിബത്തിനെ സൂക്ഷിച്ചോ. അല്ലാഹു വെറുതെ വിടൂല്ല. തൗബ പോലും അല്ലാഹു തട്ടിമാറ്റുന്ന ഒരു വിഭാഗമേ ഉള്ളൂ. വ്യഭിചരിച്ചവരെ പടച്ചവനോട് മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചവരെ മനസ്സറിഞ്ഞ് പടച്ചവനോട് തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. പെങ്ങളെ, തെറ്റുകുറ്റങ്ങൾ ആര് പടച്ചവന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞാലും അല്ലാഹു മടികൂടാതെ സ്വീകരിക്കുന്നതാണ്. പക്ഷേ സിഹർ ചെയ്ത ഒരാളെയും അല്ലാഹു വിടൂല്ല. സിഹർ ചെയ്ത ഒരു പെണ്ണിനെയും വിടൂല്ല, സിഹർ ചെയ്ത ഒരു ആണിനെയും വിടൂല്ല, ചെയ്യിപ്പിച്ചവനെ വിടൂല്ല. അതുകൊണ്ട് ആ ജാതി പണിക്കാരും നിൽക്കരുത്, അതിനെ കുറിച്ച് ചിന്തിക്കരുത്, അതിന്റെ പിന്നാലെ പോവരുത്. എല്ലാ പടച്ചവനെ നിങ്ങൾ തവക്കലാക്കണം, എല്ലാ പടച്ചവനെ നിങ്ങളെ ഏൽപ്പിക്കണോ. നമ്മളെ കാരണം ആരും തകരാൻ പാടില്ല, നമ്മളെ കാരണം ആരും പരാജയപ്പെടാൻ പാടില്ല. എല്ലാ ശത്രുക്കളുടെ ശർറോ, എല്ലാ സിഹറുകളും, എല്ലാ കണ്ണേറുകളും, എല്ലാ നാപ്പോരുകളും ഞങ്ങൾക്കൊരു പ്രതീക്ഷയേ ഉള്ളൂ, ഞങ്ങൾക്കൊരു മരുന്നേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു ചെയ്യാനില്ല, തിരിച്ചടിക്കാനില്ല, തിരിച്ചു വിടാനുമില്ല. ഞങ്ങൾ തവസ്സുൽ ബൈത്ത് വിടൂല്ല.